സൂര്യകാന്തി പൂക്കളുടെ ഭംഗിയും മനോഹാരിതയും ഏവരെയും ആകർഷിക്കും. തമിഴ്നാട്ടിൽ മാത്രം കണ്ടുവരുന്ന ഈ മനോഹര കാഴ്ച അടൂരിലും ആസ്വാദകരുടെ മനം കവരുകയാണ്. കടുത്ത വേനലിലും സൂര്യകാന്തി പൂക്കളുടെ ഭംഗി ആസ്വദിക്കാനായി നിരവധി പേരാണ് അടൂരിലെ സൂര്യകാന്തി പാടത്ത് എത്തുന്നത്. കടുത്ത വേനലിനെയും അതിജീവിച്ച് തല ഉയർത്തി നിൽക്കുന്ന സൂര്യകാന്തി പൂക്കളുടെ മനോഹര കാഴ്ച ആരെയും ആകർഷിക്കും. മഞ്ഞപ്പട്ടു വിരിയിച്ച ഈ മനോഹര കാഴ്ച അടൂർ കൊട്ടാരക്കര MC റോഡിലെ ഏനാത്ത് പാലത്തിന് സമീപത്താണ്. സമൃദ്ധമായ സൂര്യകാന്തി പാടം കാണാൻ കാഴ്ചക്കാർ നിരവധിയാണ്. അവിടെയൊക്കെ പോയി കാണുന്ന പോലുള്ള ഒരു നല്ല ഒരു രസമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ അടുത്ത് ഇങ്ങനൊരു സൂര്യകാന്തി വന്നതിൽ നമുക്ക് കാണാനൊരു നല്ലൊരു കൗതുകമായത്. തമിഴ്നാട്ടിലെ സുന്ദരപാണ്ഡിപുരത്തും തെങ്കാശിയിലും മാത്രം കണ്ടുവരുന്ന സൂര്യകാന്തി പാടം കാണാനും ഫോട്ടോ എടുക്കാനുമായി ഇപ്പോൾ നല്ല തിരക്കാണ്. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നതൊക്കെ. അപ്പൊ അത്രയും സുന്ദരപാണ്ഡിപുരത്ത് എത്രയും ദൂരത്ത് കാണാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വരുമ്പോൾ കാണുമ്പോൾ ഒരു ഭയങ്കര അത്ഭുതം. ഇത്രയും നിൽക്കുമ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഫോട്ടോ എടുക്കാനും സംഭവങ്ങൾ. ഞങ്ങൾ വന്നു കുറെ നേരമായി ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ചുപേരും കൂടെ ഉണ്ടായിരുന്നു. നല്ല രസം, എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. തേവലപ്പുറം സ്വദേശി മനു, കല്ലട സ്വദേശി അനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് 3 ഏക്കർ സ്ഥലത്ത് സൂര്യകാന്തി കൃഷി ഇറക്കിയത്. ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തിൽ വെള്ളം എത്തിച്ചും ജൈവവളം ഉപയോഗിച്ചും കൃഷി ഇറക്കിയതോടെ പാടം നിറയെ സൂര്യകാന്തി പൂക്കളായി. ജനങ്ങൾക്ക് നല്ല പച്ചക്കറി കൊടുക്കുക, വിഷരഹിതമായ പച്ചക്കറി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സൂര്യകാന്തി കൃഷി ആളുകളെ ആകർഷിച്ച് ഞങ്ങളുടെ കൃഷിയെക്കുറിച്ച് ആളുകൾക്ക് മനസ്സിലാക്കാനും അവബോധമുണ്ടാക്കാനും കൂടുതൽ ആളുകൾ ഭക്ഷ്യ വസ്തുക്കൾ കൃഷി വസ്തുക്കൾ വാങ്ങുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഓണത്തിനുള്ള ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ആദ്യഘട്ടത്തിൽ സൂര്യകാന്തി കൃഷി ചെയ്തത്. സൂര്യകാന്തി പാടത്തെപ്പറ്റി കേട്ടറിഞ്ഞെത്തുന്നവരുടെ എണ്ണവും ദിനംപ്രതി വർദ്ധിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.